എന്നും രാവിലെ കാപ്പിക്ക് ഇടിയപ്പമായിരുന്നു കേട്ടോ. ഇപ്പം മിക്ക ഞായറാഴ്ച ദിവസം ഇടിയപ്പം ഉണ്ടാക്കണേ. കാരണം ഞായറാഴ്ച ദിവസം ആകുമ്പം ആർക്കും തിരക്കൊന്നും ഇല്ലല്ലോ. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാനും നല്ല താമസമാണല്ലോ. അങ്ങനെ രാവിലെ ഇടിയപ്പവും കിഴങ്ങറിയൊക്കെ കഴിച്ചു. അമ്മയാണ് കേട്ടോ ഇന്ന് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾക്ക് രാവിലെ ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നേ. അതിന് പോയിട്ട് തിരിച്ചെത്തിയപ്പം അമ്മയൊക്കെ വീട്ടിൽ നിന്ന് മൂലമറ്റം പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ ഞാൻ മൂലമറ്റത്തിനും പോയേ. അപ്പോൾ അമ്പാടിയും ചേച്ചിയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കട്ടപ്പന വാഗമണ്ണൊക്കെ പോകുന്ന റൂട്ടാണ്. അതായത് തൊടുപുഴയിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു 45 മിനിറ്റേ ഉള്ളൂ മൂലമറ്റം എത്താൻ. ഈ വഴിയാണ് കട്ടപ്പനയ്ക്കും വാഗമണ്ണൊക്കെ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴി നല്ല രസമാണ്. ഓൾറെഡി ഇങ്ങനെ മഴക്കാറൊക്കെ ഉള്ള കാർമേഘമൊക്കെ മൂടിക്കെട്ടി നിൽക്കുക കേട്ടോ. ഇത് ഞാൻ പഠിച്ച കോളേജാണ്, സെന്റ് ജോസഫ് കോളേജ് മൂലമറ്റം. 3 കൊല്ലം ഡിഗ്രി ഞാൻ പഠിച്ചത് ഇവിടെയാണ്. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ല, പോകുന്ന വഴിക്ക് ഇങ്ങനെ മലകളും ഒക്കെ കാണാം കേട്ടോ. നല്ല രസം. അങ്ങനെ ആ വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഇത് പോകുന്ന വഴിക്കുള്ളൊരു പാലമാണ്. ഈ പാലത്തിൽ കൂടെ പോകുമ്പോഴും നമുക്കിങ്ങനെ മലകളും പിന്നെ ഈ കാർമേഘമൊക്കെ മൂടിക്കെട്ടി നിൽക്കുന്നതും ഒക്കെ നല്ല രസമാണ് കാണാൻ. ഈ ഫോണിൽ കൂടെ നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. ചെറിയൊരു പുഴയൊക്കെ പോകുന്നുണ്ട് അതിലെ. അങ്ങനെ ഞങ്ങൾ അമ്മമ്മയുടെ ആ വീടിൻ്റെ അങ്ങോട്ട് നമ്മൾ എത്തും തോറും കൂടുതലും ക്വാർട്ടേഴ്സുകളാണ്. കാരണം അവിടെ KSEBിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ക്വാർട്ടേഴ്സിലാണല്ലോ താമസിക്കുന്നത്. അങ്ങനെ കൂടുതലും ക്വാർട്ടേഴ്സുകൾ അവിടെ. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. അമ്മമ്മ ഇങ്ങനെ ഞങ്ങൾ നോക്കി നിൽപ്പുണ്ട് കേട്ടോ അവിടെ. പിന്നെ അമ്മമ്മയുടെ വീടിന്റെ താഴെ കൂടി ഒരു തോടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇവിടെ നിൽക്കാൻ പോകുമ്പോൾ അവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ. ഇങ്ങനൊരു കല്ലിന്റെ ഒക്കെ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി വേണം അങ്ങോട്ട് പോവാൻ. ചെറിയൊരു കിണറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ പക്ഷെ ഇപ്പം അങ്ങനെ ആരും ഇറങ്ങാറൊന്നുമില്ല. കാരണം ഒന്നാമത്തെ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ശക്തിയിലാണ് വെള്ളം വന്നത്. അപ്പം ഇപ്പം അങ്ങനെ പിന്നെ അമ്മമ്മയെ അങ്ങനെ കുളിക്കാനൊന്നും ഇറങ്ങാറില്ലാത്തതുകൊണ്ട് മൊത്തം കാട് പിടിച്ച് കിടക്കും കേട്ടോ അവിടെയൊക്കെ. ഭയങ്കര ശക്തിയാട്ടോ വെള്ളം പോകുന്നതൊക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വീട്ടിലെത്തിയപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു. പിന്നെ സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് ഏട്ടൻ്റെ അടുത്തേക്ക് പോന്നേ. അപ്പോൾ പോകുന്നതിന് മുമ്പ് അമ്മ എനിക്കും ചേച്ചിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മമ്മയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതും പിന്നെ വീട്ടിലുള്ളതുമായിട്ട് സാധനങ്ങളൊക്കെ രണ്ടായിട്ട് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.